വേദനകളുടെ നടുവില. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, വേദനകളിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിറ്റാച്ച്ഡ് ആവാൻ നോക്കും. പ്രത്യേകം ശ്രദ്ധിക്കണേ, വേദനകളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡിറ്റാച്ച്ഡ് അകന്നു പോകാൻ നോക്കും. അതായത് എനിക്കൊരു പല്ലുവേദന വന്നു, റിയലി സംഭവിച്ചതാണ്. 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഇവിടെ ഇപ്പോഴും ഒരു ഹോള് കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ട് പല്ലങ്ങ് പറിച്ചു കളഞ്ഞു. കാരണം എനിക്ക് വേദനയായിരുന്നു, പല്ല് ഞാൻ പറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നഖം പഴുത്തു, വേദനയ്ക്ക് കാരണമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കും. വേദനയ്ക്ക് കാരണമായത് എന്തിനേയും നമ്മൾ ഉപേക്ഷിക്കും. ഉടനെ നഖം പറിച്ചു കളഞ്ഞു. ഒന്നുകിൽ കൈയും കാലും, അല്ലെങ്കിൽ കാലിൻ്റെ പാദം ഷുഗർ വന്ന് പഴുത്തു മുറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുക, വ്രണമായി കിടക്കുക, അല്ലെങ്കിൽ ആക്സിഡന്റ് പിടിച്ച് ചതഞ്ഞ് ഒടിഞ്ഞു തൂങ്ങി കിടക്കുക. അപ്പം അതെനിക്ക് ഭയങ്കര വേദനയുടെ കാരണമാണ്. അതിനി പഴുത്ത് 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 എൻ്റെ ദേഹം മൊത്തം സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അത് മുറിച്ചു കളയും. അതിനെ ഉപേക്ഷിച്ചു. എൻ്റെ കാലിൻ്റെ പാദത്തിനെ ഞാൻ ഉപേക്ഷിച്ചു. അതുപോലെ ഭാര്യയും ഭർത്താവും സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ചില വേദനകൾ തരുന്ന അമ്മായപ്പനും അമ്മായിമ്മയുണ്ട്. അപ്പൊ നമ്മളുടെ ടെൻഡൻസി എന്താ? വേദനകൾ തരുന്നവരെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ടെൻഡൻസി. ഉടനെ നമുക്ക് എന്ത് ചെയ്യും? ആ വേദനകൾ ഒഴിവാക്കാൻ അപ്പനെ അമ്മേനെ അങ്ങ് ഉപേക്ഷിക്കും. എന്നിട്ട് ഭാര്യയും ഭർത്താവും തനിച്ച് താമസിക്കും. കുറച്ച് കഴിയുമ്പോ ഭർത്താവ് എനിക്ക് വേദന തരുന്നു, അല്ലെങ്കിൽ ഭാര്യ എനിക്ക് വേദന തരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ വീണ്ടും ചിന്തിക്കും, എനിക്ക് വേദന തരുന്ന ജീവിത പങ്കാളിനെ വീണ്ടും ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. പിണങ്ങി താമസിക്കും, ഡിവോഴ്സ് ചെയ്യും, അവരെ നമ്മൾ വീണ്ടും ഉപേക്ഷിക്കും. അമ്മേനെ അപ്പനെ ഉപേക്ഷിച്ച് എന്തിനാ? അവർക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഫൈനലി അവർക്ക് രണ്ടുപേർക്കും സന്തോഷം കിട്ടുന്നില്ല. അവർ വിചാരിക്കുന്ന പരസ്പരം വേദനയാവെന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവാം. അവസാനം ഒറ്റയ്ക്കാവും. ഒറ്റയ്ക്കാകുമ്പോൾ വീണ്ടും കുറ്റബോധവും വേദനയും വിഷമവും നിരാശയും. ഈ മുറിച്ചു കളഞ്ഞ ഭാഗത്തൊക്കെ ഹോളുമായി. കാരണം പല്ലെടുത്ത് കളഞ്ഞപ്പോൾ ഒരു ഹോളായി, കൈ മുറിച്ച് കളഞ്ഞപ്പോൾ അവിടെ ഒരു അംഗവൈകല്യമായി, അപ്പനും അമ്മേനെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ അവിടെ ഒരു അനാഥത്വമായി, ജീവിത പങ്കാളിനെ ഉപേക്ഷിച്ചപ്പോൾ അവിടെ ഒരു ഒറ്റപ്പെടലായി. ഇതെല്ലാം കൂടെ വന്നപ്പോൾ ആ ശൂന്യത നികത്താൻ മദ്യപാനം, ഡ്രഗ്സ്, അവിഹിത ബന്ധങ്ങള്, വേറെ പല രീതികളൊക്കെ പോയി നമ്മൾ അതിനെ നികത്താൻ നോക്കും. കുറ്റബോധം വരുമ്പോൾ അതിലും കിട്ടാതെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് സൂയിസൈഡ്, ആത്മഹത്യ. ആത്മഹത്യ ഒരു പരിഹാരമാണോ? ആണോ അല്ലയോ? അല്ല. അപ്പൊ ഈ വേദനകൾ എന്താ? നമ്മൾ തന്നെ കൊണ്ടുവരുന്ന ഓരോന്നും ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് പോകുന്നതാണ്. ശരിക്കും എന്താ ഈ വേദന? വേദന എങ്ങനെ ഉണ്ടാകുന്നത്? ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം 100 രൂപ ഉണ്ടാക്കുന്നവനും വേദനകളുണ്ട്, ഒരു ദിവസം 50,000 രൂപ സമ്പാദിക്കുന്നവനും വേദനയുണ്ട്. അപ്പൊ വേദനയുടെ കാരണം എന്താ? പണമാണോ? ആണോ? അല്ല. ആണോ അല്ലേ? പറയേ. അല്ല. വേദന എന്താ? വേദം എന്ന് വെച്ചാ അറിവ് പ്ലസ് നാ ഇല്ല, അറിവില്ല. അറിവില്ലാതെ പോകുന്നതാണ് വേദനയ്ക്ക് കാരണമാകുന്നത്. എന്തറിവ്? മാറ്റാൻ പറ്റാത്ത ചില ശീലങ്ങളെ, മാറ്റാൻ പറ്റാത്ത ചിലതിനെ മാറ്റാൻ പറ്റില്ല എന്ന അറിവില്ല. നമുക്ക് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് നടക്കുക, അറിവില്ല. പുറത്തു കൊടുക്കുന്നതാണ് മറ്റുള്ളവർക്ക് മാനസാന്തരത്തിന് കാരണമാകുമെന്നറിഞ്ഞാലും പുറത്തു കൊടുക്കില്ല. ആ ഒരു അറിവ് നമുക്കില്ല. അതൊക്കെയാണ് പ്രശ്നം. അറിവില്ലാതെ പോകുന്നതാണ് വേദനയുടെ കാരണം. പിറുപിറുത്താൽ എൻ്റെ കുടുംബത്തിൽ പ്രാക്കും പിറുപിറുക്കത്തിലും കൊണ്ട് പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നറിയാമിട്ടും നമ്മളത് ചെയ്യില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. എന്താണ് പ്രാർത്ഥന? എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്? എന്താണ് എൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവില്ല. അങ്ങനെ അറിവില്ലാതെ പോകുമ്പോൾ വേദനകൾ ഉണ്ടാകുന്നു. ആണോ അല്ലയോ? ഇല്ലേ? ഭർത്താവിനെ നോക്കി ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് സങ്കടം, അയാൾ 2 പ്രാവശ്യം തിരിച്ചു വിളിക്കും. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലേ? അപ്പോൾ വേദനകൾ ഉണ്ടാവുകയല്ലേ? എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് ചില സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നടിക്കാതെ പോകുന്നതാണ്, അല്ല അനുഭവത്തിൽ കൊള്ളാതെ പോകുന്നതാണ് ഈ വേദനയ്ക്ക് കാരണമായിട്ട് മാറുന്നത്.
അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് എൻ്റെ വേദനയ്ക്ക് കാരണമായത് എന്താണ്, എവിടെയാണ് ഞാൻ മാർഗരേഖയിൽ വ്യത്യാസം വരുത്തേണ്ടത് എന്നാണ് ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാർ അനുജിത്തിമാരും ഒക്കെ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം. എൻ്റെ വേദനയുടെ കാരണം, മാറ്റാൻ പറ്റാത്ത ശീലങ്ങൾ നമ്മൾ മാറ്റാനായിട്ട് ട്രൈ ചെയ്യൂ, പിടിവാശി പിടിക്കൂ, വാശി പിടിക്കൂ, ഒന്നും ചെയ്യേണ്ട, വിട്ട് കളയേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്നറിയാവോ? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല, നമ്മൾ അത് ചെയ്യുന്നില്ല. നമ്മൾ എന്നിട്ട് ഈ പ്രാർത്ഥനയും ഭക്തിയും ഇതൊക്കെ ആയിട്ട് പള്ളികളൊക്കെ ഇങ്ങനെ കയറി നടക്കുക, ഉപവാസം, നോമ്പ്, അത് ഇത്, ധ്യാന കേന്ദ്രങ്ങൾ, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, മൊത്തം നടക്കുക, ഈശ്വരനെ തേടി നടക്കുക.